ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ് തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെ അധ്യായമായ സമ്പദ് വ്യവസ്ഥയും സർക്കാരും എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് പൊതുചെലവുകൾ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ചെലവുകളെയാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ചെലവുകളെയാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. ഖജനാവിൽ നിന്നും സമൂഹത്തിൻ്റെ പൊതു ആവശ്യങ്ങളായ റോഡുകൾ, അണക്കെട്ടുകൾ, പൊതുജനാരോഗ്യം, പ്രതിരോധം, ആഭ്യന്തര സുരക്ഷ, സാമൂഹ്യ ക്ഷേമം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വികസന പ്രവർത്തനങ്ങൾ മുതലായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ചെലവുകളാണിത്. പൊതുചെലവുകളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വികസന ചെലവ്, രണ്ട് വികസനേതര ചെലവ്. വികസന ചെലവ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി പ്രത്യുൽപാദനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നതിനെയാണ് വികസന ചെലവെന്ന് പറയുന്നത്. എന്താണ്? സാമൂഹിക സാമ്പത്തിക വികസനത്തിനായിട്ട് പ്രത്യുൽപാദനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നതിനെയാണ് വികസന ചെലവെന്ന് പറയുന്നത്. ഉദാഹരണം, കാർഷിക മേഖലയ്ക്കും വ്യവസായത്തിനും വേണ്ടിയുള്ള ചെലവുകൾ എന്താണ്? വികസന ചെലവുകളാണ്. കാർഷിക മേഖലയ്ക്കും വ്യവസായത്തിനും വേണ്ടിയുള്ള ചെലവുകൾ എങ്ങനെയാണ്? വികസന ചെലവുകളായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തത് വികസനേതര ചെലവാണ്. പ്രത്യക്ഷത്തിൽ പ്രത്യുൽപാദന പരമല്ലാത്ത ചെലവുകളെ വികസനേതര ചെലവുകളെന്ന് വിളിക്കാം. എന്താണ്? പ്രത്യക്ഷത്തിൽ പ്രത്യുൽപാദനപരമല്ലാത്ത ചെലവുകളെ വികസനേതര ചെലവുകൾ എന്ന് വിളിക്കാം. ഉദാഹരണം, ജീവനക്കാർക്കുള്ള ശമ്പളം, പലിശ, പെൻഷൻ മുതലായവ എന്താണ്? വികസനേതര ചെലവുകളാണ്. ജീവനക്കാർക്കുള്ള പെൻഷൻ, ശമ്പളം, പലിശ മുതലായവയൊക്കെ എന്താണ്? വികസനേതര ചെലവുകളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ് പൊതുചെലവുകൾ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ചെലവുകളെയാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. ഖജനാവിൽ നിന്നും സമൂഹത്തിൻ്റെ പൊതു ആവശ്യങ്ങളായ റോഡുകൾ, അണക്കെട്ടുകൾ, പൊതുജനാരോഗ്യം, പ്രതിരോധം, പിന്നെന്തൊക്കെയാണ്? ആഭ്യന്തര സുരക്ഷ, സാമൂഹ്യക്ഷേമം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വികസന പ്രവർത്തനങ്ങൾ മുതലായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ചെലവുകളാണ് പൊതുചെലവുകൾ. പൊതുചെലവുകളെ രണ്ടായിട്ട് തിരിക്കാവുന്നതാണ്. ഒന്ന് വികസന ചെലവ്, രണ്ട് വികസനേതര ചെലവ്. വികസന ചെലവ് എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി പ്രത്യുൽപാദനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നതിനെയാണ് വികസന ചെലവെന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കാർഷിക മേഖലയ്ക്കും വ്യവസായത്തിനും വേണ്ടിയുള്ള ചെലവുകളൊക്കെ വികസന ചെലവുകളാണ്. അടുത്തതാണ് വികസനേതര ചെലവ്. പ്രത്യക്ഷത്തിൽ പ്രത്യുൽപാദനപരമല്ലാത്ത ചെലവുകളെ വികസനേതര ചെലവുകൾ എന്ന് വിളിക്കാം. ഉദാഹരണം എന്താണ്? ജീവനക്കാർക്കുള്ള ശമ്പളം, പലിശ, പെൻഷൻ മുതലായവയൊക്കെ എന്താണ്? വികസനേതര ചെലവുകളാണ്. അടുത്ത പോയിന്റ് നോക്കാം. പൊതുവരുമാനം എന്ന് വെച്ചാൽ എന്താണ്? സർക്കാരിലേക്ക് വന്നു ചേരുന്ന വരുമാനത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. എന്താണ്? സർക്കാരിലേക്ക് വന്നു ചേരുന്ന വരുമാനത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. അടുത്തത് സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? പ്രധാനമായും സർക്കാരിന് വരുമാനം വരുന്നത് രണ്ട് സ്രോതസ്സിൽ നിന്നാണ്. ഒന്ന് നികുതി, ഒന്ന് നികുതിയേതരം എന്നിവയാണ്. പ്രധാനമായും സർക്കാരിന് വരുമാനം വരുന്നത് രണ്ട് സ്രോതസ്സിൽ നിന്നാണ്. ഒന്ന് നികുതി, രണ്ട് എന്താണ്? നികുതിയേതരം എന്നിവയാണ്. പൊതുവരുമാനം നികുതി, നികുതിയേതരമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നികുതി വിഭാഗത്തിൽ എന്തൊക്കെയാണ്? പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വരുന്നത് നികുതി വിഭാഗത്തിലാണ്. നികുതി ഏതരത്തിൽ വരുന്നതാണ് പിഴ, ഫൈന്, പലിശ, ലാഭം, വായ്പ മുതലായവ. നികുതി വിഭാഗത്തിലാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വരുന്നത്. നികുതി ഏതരത്തിലാണ് പിഴയും, ഫൈന്, പലിശ, ലാഭം, വായ്പ എന്നിവയൊക്കെ വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പൊതുവരുമാനം എന്ന് വെച്ചാൽ സർക്കാരിലേക്ക് വന്നു ചേരുന്ന വരുമാനത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങളാണ്. പ്രധാനമായിട്ടും സർക്കാരിൻ്റെ വരുമാനം എന്താണ് വരുന്നത്? രണ്ട് സ്രോതസ്സിൽ നിന്നാണ്. ഒന്ന് നികുതിയും മറ്റൊന്ന് നികുതിയേതരവുമാണ്. പൊതുവരുമാനത്തെ രണ്ടായി തിരിച്ചു. നികുതിയും നികുതിയേതരം. നികുതിയിൽ എന്തൊക്കെയാണ്? പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഉൾപ്പെടുന്നു. നികുതിയേതരത്തിലാണ് പിഴ, ഫൈന്, പലിശ, ലാഭം, വായ്പ എന്നിവയ്ക്ക് ഉൾപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. എന്താണ് നികുതികൾ? എന്താണ് നികുതി? നിങ്ങൾ എപ്പോഴെങ്കിലും നികുതി കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് പ്രത്യക്ഷ നേട്ടം പ്രതീക്ഷിക്കാതെ ഒരു രാജ്യത്തെ ജനങ്ങൾ നിർബന്ധമായി സർക്കാരിലേക്ക് നൽകുന്ന പണമാണ് നികുതി. പ്രത്യക്ഷ നേട്ടം പ്രതീക്ഷിക്കാതെ ഒരു രാജ്യത്തെ ജനങ്ങൾ നിർബന്ധമായി സർക്കാരിലേക്ക് നൽകുന്ന പണമാണ് നികുതി. അത് രണ്ട് തരത്തിലുണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. അപ്പം നികുതി എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യക്ഷ നേട്ടം പ്രതീക്ഷിക്കാതെ ഒരു രാജ്യത്തെ ജനങ്ങൾ നിർബന്ധമായി സർക്കാരിലേക്ക് നൽകുന്ന പണമാണ് നികുതി. അത് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് പ്രത്യക്ഷവും ഒന്ന് പരോക്ഷവും. ഇനി പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ എന്താണ്?
എന്താണ്? ഏതു വ്യക്തിയാണോ നികുതി ഭാരം വഹിക്കുന്നത് അയാൾ നേരിട്ട് സർക്കാരിന് അടയ്ക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഏതു വ്യക്തിയാണോ നികുതി ഭാരം വഹിക്കുന്നത് അയാൾ നേരിട്ട് സർക്കാരിന് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണം എന്താണ്? ആദായ നികുതി, വസ്തുനികുതി മുതലായവ. അടുത്തതാണ് പരോക്ഷ നികുതി. നികുതി ഭാരം വഹിക്കുന്ന വ്യക്തിയും നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്ന വ്യക്തിയും രണ്ടാണെങ്കിൽ അത് പരോക്ഷ നികുതി. ഉദാഹരണം എന്താണ്? വിൽപ്പന നികുതി, കസ്റ്റംസ് നികുതി മുതലായവ. പരോക്ഷ നികുതിയാണ്. നികുതി ഭാരം വഹിക്കുന്ന വ്യക്തിയും നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്ന വ്യക്തിയും രണ്ടാണെങ്കിൽ അതാണെന്ത്? പരോക്ഷ നികുതിയായിട്ട് കൂട്ടുന്നത്. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? വിൽപ്പന നികുതി, കസ്റ്റംസ് നികുതി മുതലായവയൊക്കെ എന്താണ്? പരോക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത പോയിന്റ്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തുവിന്മേൽ നികുതി ചുമത്തുന്നത് എന്നറിയാമോ? അതെന്താണ്? സാധാരണ രണ്ട് രീതിയിൽ നികുതി ചുമത്താം. ഒന്ന് വസ്തുവിൻ്റെ അളവനുസരിച്ച്. ഇതിന് പ്രകാരം വസ്തുവിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നികുതിയും കൂടും. രണ്ടാമതൊരു വസ്തുവിൻ്റെ മൂല്യത്തിനനുസരിച്ച്. ഇതിന് പ്രകാരം എന്താണ്? വസ്തുവിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതിയും കൂടും. അടുത്ത പോയിന്റ് എന്താണ്? പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ആദായ നികുതി. എന്താണത്? വ്യക്തിഗത ആദായ നികുതി ഒരു നിശ്ചിത വരുമാനത്തിന് മുകളിലുള്ള വ്യക്തികളുടെ ആദായത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് ആദായ നികുതി. അടുത്തത് കമ്പനി ആദായ നികുതി. രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആദായത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് കമ്പനി ആദായ നികുതി. വസ്തുനികുതി എന്ന് വെച്ചാൽ വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് വസ്തുനികുതി. അടുത്ത പോയിന്റ് നോക്കാം. പ്രധാനപ്പെട്ട പരോക്ഷ നികുതികളാണ്. ചരക്കു സേവന നികുതി, എന്താണ്? കസ്റ്റംസ് നികുതി, എക്സൈസ് നികുതിയൊക്കെയാണ് പ്രധാനപ്പെട്ട പരോക്ഷ നികുതികൾ ഉൾപ്പെടുന്നത്. അതിൽ ചരക്കു സേവന നികുതി എന്താണ്? ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ ചുമത്തുന്ന നികുതിയാണെന്ത്? ചരക്കു സേവന നികുതിയിൽ ഉൾപ്പെടുന്നത്. അടുത്തത് കസ്റ്റംസ് നികുതിയാണ്. വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും ചുമത്തുന്ന നികുതിയാണെന്ത്? കസ്റ്റംസ് നികുതി. വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും ചുമത്തുന്ന നികുതിയാണെന്ത്? കസ്റ്റംസ് നികുതി. അടുത്തത് എക്സൈസ് നികുതിയാണ്. ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് നികുതിയിൽ ഉൾപ്പെടുന്നത്. അടുത്ത പോയിന്റ്, 2017 ജൂലൈ 1 എന്ത്? GST നടപ്പിലാക്കിയത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നികുതികൾ എന്താണ് നികുതി എന്ന് വെച്ചാൽ പ്രത്യക്ഷ നേട്ടം പ്രതീക്ഷിക്കാതെ ഒരു രാജ്യത്തെ ജനങ്ങൾ നിർബന്ധിതമായി സർക്കാരിലേക്ക് നൽകുന്ന പണമാണ് നികുതി. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രത്യക്ഷ നികുതിയും ഒന്ന് പരോക്ഷ നികുതിയും. ഈ പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ എന്താണ്? ഏത് വ്യക്തിയാണോ നികുതി ഭാരം വഹിക്കുന്നത് അയാൾ നേരിട്ട് സർക്കാരിന് അടയ്ക്കുന്ന നികുതിയാണ് എന്ത്? പ്രത്യക്ഷ നികുതി. ഉദാഹരണമാണ് ആദായ നികുതി, വസ്തുനികുതി മുതലായവ. ഏത് വ്യക്തിയാണോ നികുതി ഭാരം വഹിക്കുന്നത് അയാൾ നേരിട്ട് സർക്കാരിന് അടയ്ക്കുന്ന നികുതിയാണ് എന്ത്? പ്രത്യക്ഷ നികുതി. അതിന് ഉദാഹരണമാണ് ആദായ നികുതി, വസ്തുനികുതി മുതലായവ. അടുത്തതാണ് പരോക്ഷ നികുതി. നികുതി ഭാരം വഹിക്കുന്ന വ്യക്തിയും നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്ന വ്യക്തിയും രണ്ടാണെങ്കിൽ അത് പരോക്ഷ നികുതിയാണ്. ഉദാഹരണം വിൽപ്പന നികുതി, കസ്റ്റംസ് നികുതി മുതലായവയ്ക്ക് എന്താണ്? പരോക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത പോയിന്റ്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തുവിന്മേൽ നികുതി ചുമത്തുന്നത് എന്ന് നോക്കാം. സാധാരണ രണ്ട് രീതിയിൽ നികുതി ചുമത്താം. ഒന്ന് വസ്തുവിൻ്റെ അളവനുസരിച്ച്. ഇതിന് പ്രകാരം വസ്തുവിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നികുതിയും കൂടും. രണ്ടാമതായിട്ട് ഒരു വസ്തുവിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ്. ഇതിന് പ്രകാരം വസ്തുവിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതിയും കൂടും. അടുത്ത പോയിന്റ്, പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ്? ഒന്ന് ആദായ നികുതി. ആദായ നികുതിയിൽ എന്തൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതി ഒരു നിശ്ചിത വരുമാനത്തിന് മുകളിലുള്ള വ്യക്തികളുടെ ആദായത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. 2 കമ്പനി ആദായ നികുതി. രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആദായത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കമ്പനി ആദായ നികുതി. അടുത്തത് വസ്തു നികുതിയാണ്. വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് വസ്തുനികുതി. അടുത്തതാണ് പ്രധാനപ്പെട്ട പരോക്ഷ നികുതികളാണ്. ചരക്കു സേവന നികുതി. ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ ചുമത്തുന്ന നികുതിയാണെന്ത്? ചരക്കു സേവന നികുതി. അടുത്തത് കസ്റ്റംസ് നികുതിയാണ്. വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി. അടുത്തത് എക്സൈസ് നികുതിയാണ്. ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് നികുതി. അടുത്ത പോയിന്റ് എന്താണ്? 2017 ജൂലൈ 1 മുതലാണ് ഇന്ത്യയിൽ GST നടപ്പിലാക്കി തുടങ്ങിയത്. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ചരക്കു സേവന നികുതി 2017 ജൂലൈ 1 മുതലാണ് നടപ്പിലാക്കി തുടങ്ങിയത്. അടുത്ത പോയിന്റ് നോക്കാം. പ്രധാന നികുതിയേതര വരുമാനങ്ങളാണ് ഏതൊക്കെ? ഫീസ്, ഫൈന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം, പൊതുമുതലിൽ നിന്നുള്ള വരുമാനം, വായ്പ എന്നിവയ്ക്ക് പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങളാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നികുതി ചുമത്താനും പിരിക്കാനുമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അധികാരം ഭരണഘടന പ്രകാരം നിർവഹിച്ചിട്ടുള്ളതാണ്. അതിൻ പ്രകാരം ചരക്കുകളുടെ മേൽ ചുമത്തുന്ന വിൽപ്പന നികുതി സംസ്ഥാനങ്ങൾക്കും സേവന
സേവനങ്ങളുടെ മേലുള്ള നികുതി കേന്ദ്ര സർക്കാരുകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ GST പ്രകാരം ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഒറ്റ നികുതി ചുമത്തി. അതാണെന്ത് GST പ്രകാരം ചരക്കുകൾക്കും സേവനങ്ങൾക്കൊക്കെ ഒറ്റ നികുതിയാണ് ചുമത്തിയത്. അതിൽ നിന്നുള്ള വരുമാനം കേന്ദ്രവും സംസ്ഥാനങ്ങളും പങ്കിട്ടെടുക്കുന്നു. നിലവിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും പിരിച്ചെടുക്കുന്ന പല നികുതികളും സംയോജിപ്പിച്ചാണ് GST ഉണ്ടായത്. ഈ സംയോജിപ്പിക്കപ്പെട്ട കേന്ദ്ര നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ്, അധിക എക്സൈസ്, സേവന നികുതി, പ്രത്യേക അധിക കസ്റ്റംസ് ഒക്കെ എന്താണ്? സംയോജിക്കപ്പെട്ട കേന്ദ്ര നികുതികളാണ്. അടുത്തത് സംയോജിപ്പിക്കപ്പെട്ട സംസ്ഥാന നികുതികൾ ഏതൊക്കെയാ? വിൽപ്പന നികുതി, വിനോദ നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന അതിർത്തി നികുതി, വാങ്ങൽ നികുതി, ആഡംബര നികുതി, ലോട്ടറി, ചൂതാട്ടം മുതലായവയ്ക്ക് മേലുള്ള നികുതിയൊക്കെ എന്താണ്? സംയോജിക്കപ്പെട്ട സംസ്ഥാന നികുതികളാണ്. അടുത്ത പോയിന്റ് നോക്കാം. GST നിരക്കുകൾ. GST വന്നതിന് ശേഷം ചില വസ്തുക്കൾക്ക് വില കൂടുകയും ചിലതിന് വില കുറയുകയാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം GSTയുടെ ഭാഗമായി വിവിധ സാധന സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയുടെ നിരക്കുകളിലുള്ള വ്യത്യാസം കൊണ്ടാണ് GST വന്നതിന് ശേഷം ചില സാധനങ്ങൾക്ക് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ചില അത്യാവശ്യ സാധനങ്ങളിൽ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പരമാവധി നിരക്കായി 28% ചുമത്തിയിരിക്കുന്നത് ആഡംബര വസ്തുക്കൾക്കാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായിട്ട് വീതിച്ചെടുക്കുകയാണ്. ഇന്ത്യയിൽ GST നിർവഹണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടം വഹിക്കുന്നത് GST കൗൺസിലാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ് പ്രധാന നികുതിയേതര വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഫീസ്, ഫൈന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം, പിന്നെന്താണ് പൊതുമുതലിൽ നിന്നുള്ള വരുമാനം, വായ്പയൊക്കെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങളാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നികുതി ചുമത്താനും പിരിക്കാനുമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഭരണഘടനയിൽ പ്രകാരം നിർവഹിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നികുതി ചുമത്താനും പിരിക്കാനുമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഭരണഘടന പ്രകാരമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിൻ പ്രകാരം ചരക്കുകളുടെ മേൽ ചുമത്തുന്ന വിൽപ്പന നികുതി സംസ്ഥാനങ്ങൾക്കും സേവനങ്ങളുടെ മേലുള്ള നികുതി കേന്ദ്ര സർക്കാരുകൾക്കാണ് ലഭിച്ചിരുന്നത്. പക്ഷേ GST പ്രകാരം ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഒറ്റ നികുതിയാണ് ചുമത്തിയത്. അതിൽ നിന്നുള്ള വരുമാനം കേന്ദ്രവും സംസ്ഥാനവും പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും പിരിച്ചെടുക്കുന്ന പല നികുതികളും സംയോജിപ്പിച്ചാണ് GST ഉണ്ടായത്. അതിനു മുന്നേ മൂല്യവർദ്ധിത നികുതി എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിന്റെ നിർമ്മാണത്തിലെ ഓരോ ഘട്ടത്തിലും കൂട്ടിച്ചേർക്കുന്ന മൂല്യത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് എന്ത്? മൂല്യവർദ്ധിത നികുതി. എന്താണ്? ഒരു വസ്തുവിന്റെ നിർമ്മാണത്തിലെ ഓരോ ഘട്ടത്തിലും കൂട്ടിച്ചേർക്കുന്ന മൂല്യത്തിനുമേൽ ചുമത്തുന്ന നികുതിയാണ് മൂല്യവർദ്ധിത നികുതി. അടുത്തത് സംയോജിപ്പിക്കപ്പെട്ട കേന്ദ്ര നികുതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര എക്സൈസ്, അധിക എക്സൈസ്, സേവന നികുതി, പ്രത്യേക അധിക കസ്റ്റംസ്. അടുത്തതാണ് സംയോജിപ്പിക്കപ്പെട്ട സംസ്ഥാന നികുതികൾ. വിൽപ്പന നികുതി, വിനോദ നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന അതിർത്തി നികുതി, വാങ്ങൽ നികുതി, ആഡംബര നികുതി, ലോട്ടറി, ചൂതാട്ടം മുതലായവയ്ക്ക് മേലുള്ള നികുതി. അടുത്തതാണ് GST നിരക്കുകൾ. GST വന്നതിന് ശേഷം ചില വസ്തുക്കൾക്ക് വില കൂടുകയും ചിലതിന് കുറയുകയാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം GSTയുടെ ഭാഗമായിട്ട് വിവിധ സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികളുടെ നിരക്കുകളിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ചില അത്യാവശ്യ സാധനങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പരമാവധി നികുതി നിരക്കായി 28% ചുമത്തിയിരിക്കുന്നത് എന്തിനാണ്? ആഡംബര വസ്തുക്കൾക്കാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായിട്ടാണ് വീതിച്ചെടുക്കുന്നത്. ഇന്ത്യയിൽ GST നിർവഹണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടം വഹിക്കുന്നത് GST കൗൺസിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. എന്തൊക്കെയാണ് GST നിരക്കുകൾ? ഏതൊക്കെയാണ് GST നിരക്കുകൾ? 0%, അതിന് നികുതിയില്ല. 5%, 12%, 18%, 28%. 0, 5, 12, 18, 28% GST നിരക്കുകൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏതാണ് ഉൾപ്പെടാത്തത്, ഉൾപ്പെടുന്നവ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ 0% നികുതിയില്ല, 5, 12, 18, 28% ഒക്കെയാണ് GST നിരക്കുകൾ. അടുത്തത് GST കൗൺസിലിൻ്റെ പ്രധാന ചുമതലകൾ നോക്കാം. ചരക്കു സേവന നികുതി നിരക്ക് നിശ്ചയിക്കുക, GSTയിൽ ഉൾപ്പെടുത്തുവാനുള്ള സാധനങ്ങളും സേവനങ്ങളും നിശ്ചയിക്കുക, സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ GSTയിന്മേലുള്ള പരാതികളും തർക്കങ്ങളും പരിഹരിക്കുക. പിന്നെന്താണ്? സംസ്ഥാനങ്ങൾ തമ്മിൽ GSTയിന്മേലുള്ള പരാതികളും തർക്കങ്ങളും പരിഹരിക്കുക. അപ്പോൾ GST കൗൺസിലിൻ്റെ പ്രധാന ചുമതലകളാണ് ഇതൊക്കെ. ചരക്ക് സേവന നികുതി നിരക്ക് നിശ്ചയിക്കണം. പിന്നെ GSTയിൽ ഉൾപ്പെടുത്തുവാനുള്ള സാധനങ്ങളും സേവനങ്ങളും നിശ്ചയിക്കുക. അടുത്തത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ GSTയിന്മേലുള്ള പരാതികളും തർക്കങ്ങളും പരിഹരിക്കുക. അടുത്തത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള GSTയിന്മേലുള്ള പരാതികളും തർക്കങ്ങളും പരിഹരിക്കുക. അടുത്തത് പോയിന്റാണ് പൊതുകടം. എന്താണ് പൊതുകടം? പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും പൊതുകടം എന്നുള്ളത്. പൊതുകടം വർദ്ധിച്ചു വരുന്നതായിട്ടെന്നൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് പൊതുകടം വർദ്ധിക്കുന്നതെന്ന് വെച്ചാൽ സർക്കാർ
സർക്കാരിൻ്റെ വരുമാനത്തേക്കാൾ ചെലവ് കൂടുമ്പോൾ സർക്കാർ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും വായ്പകൾ എടുക്കുന്നു. ഇതിനെ പൊതുകടം എന്ന് വിളിക്കുന്നു. എന്താണ് അപ്പോൾ പൊതുകടം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ വരുമാനത്തേക്കാൾ ചെലവ് കൂടുമ്പോൾ സർക്കാർ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും വായ്പകൾ എടുക്കുന്നു. ഇതിനെ പൊതുകടം എന്ന് വിളിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. പൊതുകടം. ആഭ്യന്തര കടവും വിദേശ കടവും ഉണ്ട്. പൊതുകടത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ആഭ്യന്തര കടം, രണ്ട് വിദേശ കടം. ആഭ്യന്തര കടത്തിൽ എന്താണ്? രാജ്യത്തിനുള്ളിൽ നിന്നും സമാഹരിക്കുന്ന കടമാണ് ആഭ്യന്തര കടത്തിനുള്ളിലുള്ളത്. അടുത്തത് വിദേശ കടമാണ്. അതിലെന്താണ്? വിദേശത്തു നിന്നും സമാഹരിക്കുന്നതാണ് വിദേശ കടം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പ്രധാനപ്പെട്ട GST നിരക്കുകളാണ്. 0%, അതിൽ നികുതിയില്ല. പിന്നെ 5, 12, 18, 28 ഒക്കെയാണ് പ്രധാനപ്പെട്ട നികുതി നിരക്കുകൾ, GST നിരക്കുകൾ. 5, 12, 18, 28% ഒക്കെയാണ് പ്രധാനപ്പെട്ട GST നിരക്കുകൾ. അടുത്ത പോയിന്റ്, GST കൗൺസിലിൻ്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ്? ചരക്ക് സേവന നികുതി നിരക്ക് നിശ്ചയിക്കുക. അടുത്തത് GSTയിൽ ഉൾപ്പെടുത്തുവാനായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നിശ്ചയിക്കുക. അടുത്തത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ GSTന്മേലുള്ള പരാതികളും തർക്കങ്ങളും പരിഹരിക്കുക. അടുത്തത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള GSTന്മേലുള്ള പരാതികളും തർക്കങ്ങളും പരിഹരിക്കുക. അടുത്ത പോയിന്റാണ് പൊതുകടം. എന്താണ് പൊതുകടം? സർക്കാരിൻ്റെ വരുമാനത്തെക്കാൾ ചെലവ് കൂടുമ്പോൾ സർക്കാർ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും വായ്പകൾ എടുക്കുന്നു. ഇതിനെയാണ് പൊതുകടം എന്ന് വിളിക്കുന്നത്. അടുത്തത് പൊതുകടം. എന്താണ്? ആഭ്യന്തര കടം, വിദേശ കടം എന്ന് രണ്ടായിട്ട് തിരിക്കാം. ആഭ്യന്തര കടം എന്ന് വെച്ചാൽ രാജ്യത്തിനുള്ളിൽ നിന്നും സമാഹരിക്കുന്ന കടവും, വിദേശ കടം എന്ന് വെച്ചാൽ വിദേശത്ത് നിന്നും സമാഹരിക്കുന്ന കടവുമാണ് വിദേശ കടം. അടുത്ത പോയിന്റ് നോക്കാം. ബജറ്റ്. സർക്കാർ സമൂഹത്തിൻ്റെ നാനാവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ട ചെലവുകൾ കാലേക്കൂട്ടി നിശ്ചയിക്കുന്നത്? അവിടെയാണ് ബജറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഓരോ വർഷത്തെയും ബജറ്റിൽ കൂടിയാണ് സമൂഹത്തിന് വേണ്ട ചെലവുകൾ നിശ്ചയിക്കുന്നത്. വരാൻ പോകുന്ന വർഷത്തിലെ പ്രതീക്ഷിക്കുന്ന വരുമാനവും അതനുസരിച്ച് കൊണ്ടുള്ള ചെലവിൻ്റെയും ഒരു സംഗ്രഹമാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വരാൻ പോകുന്ന വർഷത്തിലെ പ്രതീക്ഷിത വരുമാനവും അതനുസരിച്ച് കൊണ്ടുള്ള ചെലവിൻ്റെയും ഒരു സംഗ്രഹമാണെന്ത്? ബജറ്റ് എന്ന് പറയുന്നത്. വരവിൻ്റെയും ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റിനായിട്ട് 3ആയിട്ട് തിരിക്കാവുന്നതാണ്. അത് ഏതൊക്കെയാണ്? സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്, മിച്ച ബജറ്റ്. വരവിൻ്റെയും ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റിനെ 3ആയിട്ട് തിരിക്കാം. 1 സന്തുലിത ബജറ്റ്, 2 കമ്മി ബജറ്റ്, 3 മിച്ച ബജറ്റ്. അതിൽ വിവിധ തരം ബജറ്റുകളാണ്. 1 സന്തുലിത ബജറ്റ്. എന്താണ്? ചെലവും വരുമാനവും തുല്യമായിട്ടുള്ളതാണ് എന്ത്? സന്തുലിത ബജറ്റ്. അടുത്തത് കമ്മി ബജറ്റാണ്. ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലുള്ളതാണ് കമ്മി ബജറ്റ്. അടുത്തത് മിച്ച ബജറ്റാണ്. ചെലവ് വരുമാനത്തേക്കാൾ കുറവുള്ളതാണ് മിച്ച ബജറ്റ്. അപ്പം ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരാൻ പോകുന്ന വർഷത്തിലെ പ്രതീക്ഷിക്കുന്ന വരുമാനവും അതനുസരിച്ച് കൊണ്ടുള്ള ചെലവിൻ്റെയും ഒരു സംഗ്രഹമാണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിനെ 3ആയിട്ട് തിരിക്കാം. 1 സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്, മിച്ച ബജറ്റ്. അതിൽ സന്തുലിത ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചെലവും വരുമാനവും തുല്യമായിട്ട് വരുന്നതിനെയാണ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ ചെലവ് വരുമാനത്തേക്കാൾ കൂടുന്നതാണ് കമ്മി ബജറ്റ്. അടുത്തത് മിച്ച ബജറ്റ്. ചെലവ് വരുമാനത്തേക്കാൾ കുറവ് വരുന്നതാണ് മിച്ച ബജറ്റ്. അടുത്ത പോയിന്റ്, വിവിധ സമ്പദ് വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഏത് രാജ്യത്തും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലൂടെ ആണ് വളർച്ച ഉണ്ടാകുന്നത്. ഉൽപ്പാദന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഉൽപ്പാദനം നടത്തുന്നത്. എന്നാൽ ഉൽപ്പാദന ഘടകങ്ങളുടെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്ന രീതി വിവിധ സമ്പദ് വ്യവസ്ഥയിൽ വ്യത്യസ്തമാണ്. പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള സമ്പദ്ഘടന നിലനിൽക്കുന്നു. പ്രധാനമായും അവയെ 3ആയി തിരിക്കാം. ഒന്നെന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. വിവിധ സമ്പദ് വ്യവസ്ഥകളുടെ സവിശേഷതകൾ. ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അതിലെന്താണ്? ഉൽപ്പാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുക. അടുത്തത് സർക്കാരിന് നാമമാത്രമായ പങ്കും സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുക. അടുത്തത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയുടെ സഹായത്താലാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രധാന ലക്ഷ്യം ലാഭമാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ലാഭമാണ്. അടുത്തത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ്. ഉൽപാദക ഉപാധികൾ പൊതു ഉടമസ്ഥതയിലാണ് ഉണ്ടാവുക. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലാണ് ഉണ്ടാവുക. അടുത്തത് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കുറവായിരിക്കും. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കുറവായിരിക്കും. അടുത്തത് കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ കൂടിയാണ് സാമ്പത്തിക സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ജനക്ഷേമമാണ് ലക്ഷ്യം. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ ലക്ഷ്യം എന്താണ്? ജനക്ഷേമമാണ്. അടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ. 3ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഏതാണ്ട് തുല്യ പങ്കാളിത്തം
പങ്കാളിത്തം ഉണ്ടായിരിക്കും. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഏതാണ്ട് തുല്യ പങ്കാളിത്തം ഉണ്ടായിരിക്കും. ലാഭം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തനം നടത്തുന്ന മേഖലകൾ സ്വകാര്യ സംരംഭകർക്കും ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തനം നടത്തുന്ന മേഖലകൾ പൊതുമേഖലയ്ക്കുമാണ് നൽകുന്നത്. അടുത്തത്, കമ്പോളത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും സഹായത്തോടെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്വകാര്യ സ്വത്തിനും അവകാശമുണ്ട്. ഇതാണ് എന്ത്? മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ വിവിധ സമ്പദ് വ്യവസ്ഥകളുടെ ഉദാഹരണം നോക്കാം. മുതലാളിത്ത വ്യവസ്ഥ എവിടെയാണ് നിലനിൽക്കുന്നത്? അമേരിക്കയിലാണ്. ചൈനയിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ്. ഇന്ത്യയിലാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റാണ്. ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരാൻ പോകുന്ന വർഷത്തിലെ പ്രതീക്ഷിക്കുന്ന വരുമാനവും അതനുസരിച്ച് കൊണ്ടുള്ള ചെലവിൻ്റെയും ഒരു സംഗ്രഹമാണ് ബജറ്റ് എന്ന് പറയുന്നത്. വരവിൻ്റെയും ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റിനെ 3 ആയിട്ട് തിരിക്കാം. അവ ഏതൊക്കെയാണ്? ഒന്ന് സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്, മിച്ച ബജറ്റ്. വിവിധ തരം ബജറ്റാണ്. ഒന്ന് സന്തുലിത ബജറ്റ് എന്താണ്? ചെലവും വരുമാനവും തുല്യമായിരിക്കും. കമ്മി ബജറ്റ് എന്താണ്? ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. മിച്ച ബജറ്റിൽ എന്താണ്? ചെലവ് വരുമാനത്തേക്കാൾ കുറവായിരിക്കും. അടുത്തതാണ് വിവിധ സമ്പദ് വ്യവസ്ഥകൾ. ഏത് രാജ്യത്തും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലൂടെയാണ് വളർച്ച ഉണ്ടാകുന്നത്. ഉൽപ്പാദന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഉൽപ്പാദനം നടത്തുന്നത്. എന്നാൽ ഉൽപ്പാദന ഘടകങ്ങളുടെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്ന രീതി വിവിധ സമ്പദ് വ്യവസ്ഥയിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള സമ്പദ്ഘടന നിലനിൽക്കുന്നു. പ്രധാനമായും അവയെ 3 ആയിട്ട് തിരിക്കാം. 1 മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവിധ സമ്പദ് വ്യവസ്ഥകളുടെ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. 1 മുതലാളിത്ത വ്യവസ്ഥ എന്താണ്? ഉൽപ്പാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും മുതലാളിത്ത വ്യവസ്ഥയിൽ. പിന്നെ സർക്കാരിന് നാമമാത്രമായ പങ്കും സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യമാണ് ഉണ്ടായിരിക്കുക. അടുത്ത പോയിന്റ്, സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയുടെ സഹായത്താലാണ്. അടുത്തത്, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലാഭമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്തതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതിൽ ഉൽപ്പാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലാണ് ഉണ്ടാവുക. പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കുറവായിരിക്കും. കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ കൂടിയാണ് സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ എന്താണ്? കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ കൂടിയാണ് സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ജനക്ഷേമമാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്തതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഏതാണ്ട് തുല്യ പങ്കാളിത്തം ഉണ്ടായിരിക്കും. ലാഭം ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലാഭം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ എന്താണ്? സ്വകാര്യ സംരംഭകർക്കും ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തനം നടത്തുന്ന മേഖലകൾ പൊതുമേഖലയ്ക്കും നൽകുന്നു. അടുത്ത പോയിന്റ് എന്താണ്? കമ്പോളത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും സഹായത്തോടെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. അടുത്തത്, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അടുത്തതാണ് സ്വകാര്യ സ്വത്തിന് അവകാശമുണ്ട്. ഇനി വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾക്ക് ഉദാഹരണം നോക്കാം. അമേരിക്കയിലുള്ളത് ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ചൈനയിലാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്തത് എന്താണ്? ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ? അതിനു മുന്നേ എന്താണ് ആഗോളവൽക്കരണം എന്ന് നോക്കാം. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്ര വാണിജ്യത്തിനുള്ള തടസ്സങ്ങളെല്ലാം നീക്കുകയും ലോകം തന്നെ ഒരു വിപണിയായി മാറുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്പത്തിക രംഗത്തെ ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണം എന്ന് പറയാം. ഇതുവഴി സമ്പദ് വ്യവസ്ഥയുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമന്വയമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യങ്ങളുടെ അതിർത്തിക്കപ്പുറത്തേക്ക് സാധനങ്ങളുടെയും തൊഴിലിൻ്റെയും മൂലധനത്തിൻ്റെയും സ്വതന്ത്രമായ പ്രവാഹത്തിന് ആഗോളവൽക്കരണം ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൻ്റെ സവിശേഷതകളാണ്: സമ്പദ് വ്യവസ്ഥയുടെ ഏകീകരണം, ലോകമൊരൊറ്റ കമ്പോളമായി, അതിർത്തിക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്രമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും പ്രവാഹം. അടുത്തത് എന്താണ്? സാങ്കേതിക വിദ്യയുടെ വിപണനം, രാജ്യങ്ങൾ തമ്മിൽ വർദ്ധിക്കുന്ന മത്സര ബുദ്ധി. അടുത്തത്, ബഹുരാഷ്ട്ര കുത്തകകളുടെ വർദ്ധിക്കുന്ന സ്വാധീനം. അടുത്തത്, ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ വളർച്ച. അടുത്ത പോയിന്റാണ് വികസിത രാജ്യത്തിൻ്റെ സ്വാധീനം, ആ വികസിത രാജ്യങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരം ലോകരാജ്യങ്ങളുടെ ഇടയിൽ സാമ്പത്തിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. അടുത്ത പോയിന്റ്, ആഗോളവൽക്കരണം ഇന്ത്യയിൽ ആഗോളവൽക്കരണം 1980 ആരംഭിച്ചെങ്കിലും 1991 മുതലാണ് അതിൻ്റെ വേഗത കൂടിയത്. 1991 മുതൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങി. പൊതുവെ പറഞ്ഞാൽ ഈ പരിഷ്കാരങ്ങൾ 3 വിഭാഗത്തിൽപ്പെടും. 1 ഉദാരവൽക്കരണം, 2 സ്വകാര്യവൽക്കരണം, 3 ആഗോളവൽക്കരണം. ഇന്ത്യയിൽ ആഗോളവൽക്കരണം ഏതൊക്കെ 3 വിധത്തിലാണ് ഉണ്ടായിരുന്നത്? 1 ഉദാരവൽക്കരണം, 1 സ്വകാര്യവൽക്കരണം, അടുത്തതാണ് ആഗോളവൽക്കരണം. അപ്പോൾ
എന്താണ് ഇന്ത്യയിൽ ആഗോളവൽക്കരണം 1980 ആരംഭിച്ചെങ്കിലും 91 മുതലാണ് അതിൻ്റെ വേഗത കൂടിയത്. 91 മുതൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങി. പൊതുവെ പറഞ്ഞാൽ ഈ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് 3 വിഭാഗത്തിലാണുള്ളത്. ഒന്ന് ഉദാരവൽക്കരണം, 2 സ്വകാര്യവൽക്കരണം, അടുത്തത് ആഗോളവൽക്കരണം. അടുത്തത് എന്താണ് ഉദാരവൽക്കരണം എന്ന് വെച്ചാൽ നോക്കാം. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കായി നിലവിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുക, സ്വകാര്യ മേഖലയോട് ഉദാര സമീപനം സ്വീകരിക്കുക എന്നതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയ മേഖലകളെന്ന് നോക്കാം. വില നിയന്ത്രണം സർക്കാരിൽ നിന്നും മാറ്റി. അടുത്തത് വില നിശ്ചയിക്കൽ കമ്പോള അടിസ്ഥാനത്തിലാക്കി. അടുത്തത് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു. അടുത്തത് ഉൽപ്പാദന മേഖലയിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റി. അടുത്തത് പോയിന്റ്. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി. പിന്നെ ഉദാഹരണമാണെന്ത്, ലൈസൻസ്, പെർമിറ്റ് മുതലായവ എടുത്തു മാറ്റി. അടുത്ത പോയിന്റ്, സേവന മേഖലയായ ബാങ്കിങ്, ഇൻഷുറൻസ് മുതലായ മേഖലയിൽ സർക്കാരിൻ്റെ സ്വാധീനം കുറയ്ക്കാനുള്ള നടപടികൾ എടുത്തു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. എന്താണ് സ്വകാര്യവൽക്കരണം എന്ന് നോക്കാം. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്വകാര്യ മേഖല? സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയിട്ടുണ്ട്. പിന്നെന്താണ്, ഇന്ത്യയിൽ പൊതുമേഖലയുടെ പ്രാധാന്യം കുറഞ്ഞു വന്നിട്ടുണ്ട്. സ്വകാര്യ മൂലധനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ എടുത്തു. കൂടുതൽ വിദേശ മൂലധനം സ്വരൂപിക്കാനുള്ള നടപടികൾ എടുത്തു. അടുത്തത് കുത്തകകളെ നിയന്ത്രിക്കാനുള്ള നിയമത്തിൽ അയവ് വരുത്തി. പിന്നെന്താണ്, സ്വകാര്യ മേഖലയെ സഹായിക്കാനായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ലൈസൻസ്, പെർമിറ്റ് മുതലായവ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുപോലെ ആഗോളവൽക്കരണത്തിൻ്റെ വേഗത കൂട്ടാനായിട്ട് ചില നടപടികൾ എടുത്തു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് എന്തൊക്കെ? വിദേശ നാണയ നിയന്ത്രണം എടുത്തു കളഞ്ഞു. കയറ്റുമതി ഇറക്കുമതി നിയന്ത്രണം എടുത്തു മാറ്റി. ഇന്ത്യയുടെ കമ്പോളം ലോകരാജ്യങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെട്ടു. പിന്നെ വിദേശ നിക്ഷേപങ്ങൾക്കുള്ള നിയന്ത്രണം കുറച്ചു. പിന്നെ വിദേശ നിക്ഷേപങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. പിന്നെ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾ ആഗോളവൽക്കരണം കൊണ്ട് ചില ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആഗോളവൽക്കരണം കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മറ്റ് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും കൂടുതലായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് ലഭിക്കാനിട വന്നു. ആഗോളവൽക്കരണം കൊണ്ടുണ്ടായ ഗുണങ്ങളാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടുകാർക്ക് ലഭിക്കാനിട വന്നു. അടുത്തത്, രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിൽ കൂടുതൽ മത്സരബുദ്ധി വന്നു ചേർന്നു. രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിൽ എന്താണ്? കൂടുതൽ മത്സരബുദ്ധി വന്നു ചേർന്നു. അടുത്ത പോയിന്റ്, മറ്റു രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യ പെട്ടെന്ന് തന്നെ ലഭിക്കാനിട വന്നു. അടുത്ത പോയിന്റാണ്, മറ്റു രാജ്യങ്ങളിൽ നിലവിലുള്ള സംസ്കാരത്തെ പറ്റി കൂടുതലായിട്ട് അറിയാനിട വന്നു. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും മൂലധനം കൂടുതലായിട്ട് ലഭിക്കാനും ഇടവന്നു. അടുത്ത പോയിന്റാണ് ആഗോളവൽക്കരണം കൊണ്ടുണ്ടായ ദോഷങ്ങളാണ്. സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. ബഹുരാഷ്ട്ര കുത്തകകളുടെ സ്വാധീനം വർദ്ധിച്ചു. അസംഘടിത മേഖലയായ കൃഷിയും പരമ്പരാഗത വ്യവസായങ്ങളും തകരാനിട വന്നു. അടുത്തത്, ഉപഭോക്തൃ സംസ്കാരം വർദ്ധിച്ചു. പിന്നെന്താണ്, സർക്കാരിന് സമ്പദ് വ്യവസ്ഥയിലുള്ള നിയന്ത്രണം കുറഞ്ഞു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം. അടുത്ത പോയിന്റ് നോക്കാം. ആഗോളവൽക്കരണത്തെ സഹായിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആഗോളവൽക്കരണത്തിൻ്റെ വേഗത കൂട്ടിയ നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ: ലോക വ്യാപാര സംഘടന, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ അന്താരാഷ്ട്ര നാണ്യനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, ലോക ബാങ്ക്, വേൾഡ് ബാങ്ക് ഒക്കെ എന്താണ്? ആഗോളവൽക്കരണത്തെ സഹായിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളാണ്. ഒന്നുകൂടെ വായിക്കാം. ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ എന്താണ്? അന്താരാഷ്ട്ര നാണ്യനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, പിന്നെ ലോക ബാങ്ക് ഒക്കെ ആഗോളവൽക്കരണത്തെ സഹായിച്ച അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളാണ്. അടുത്ത പോയിന്റ് നോക്കാം. ലോക വ്യാപാര സംഘടനയെക്കുറിച്ച് നോക്കാം. എന്താണ്? ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ബഹുരാഷ്ട്ര വ്യാപാര കരാർ പ്രകാരമാണ് നടക്കുന്നത്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ലോക വ്യാപാര സംഘടനയാണ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. എല്ലാ വ്യാപാര നിയന്ത്രണങ്ങളും നിയമാധിഷ്ഠിതമാക്കുക. അടുത്തത്, സാധനങ്ങൾ വ്യാപാരം ചെയ്യുന്നത് പോലെ സേവനങ്ങൾ വ്യാപാരം ചെയ്യുന്നതും കരാറിൽ ഉൾപ്പെടുത്തുക. പിന്നെ എന്താണ്? അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നികുതി ഒഴികെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നീക്കി. പിന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ പരിധിയിൽ ബൗദ്ധിക സ്വത്തവകാശവും നിക്ഷേപ നടപടികളും ഉൾപ്പെടുത്തുക.
അടുത്ത പോയിന്റാണ് അന്താരാഷ്ട്ര നാണ്യനിധി. എന്താണ് അന്താരാഷ്ട്ര നാണ്യനിധി എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് IMF 1945 സ്ഥാപിതമായി. എന്നാണ് IMF സ്ഥാപിതമായത്? 1945. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിനിമയ നിരക്കിലുള്ള അസ്ഥിരാവസ്ഥ പരിഹരിക്കുക, പിന്നെ വിദേശ വ്യാപാര അവശിഷ്ട നിലയിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക, പിന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിനും വികസനത്തിനും സൗകര്യം ഒരുക്കുക, ഹ്രസ്വകാല വായ്പ നൽകുക, വിനിമയ നിരക്ക് തിട്ടപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുക, പിന്നെ ആഗോളതലത്തിൽ ധനകാര്യം വിനിമയം നിയന്ത്രിക്കുകയും സുസ്ഥിരമാക്കുകയും ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റാണ് അംഗരാജ്യങ്ങൾക്ക് ധനകാര്യം നിയന്ത്രിക്കുന്നതിനായിട്ട് സാങ്കേതിക സഹായം നൽകുക. അടുത്തത് ലോകബാങ്കിനെ കുറിച്ച് നോക്കാം. ലോകബാങ്ക് നിലവിൽ വന്നത് 1946 സ്ഥാപിതമായി. ലോകബാങ്കിൻ്റെ പ്രധാന ചുമതലകളാണ് രാജ്യങ്ങളുടെ വികസനത്തിൽ സഹായിക്കുക, അംഗരാജ്യങ്ങൾക്ക് ദീർഘകാല വായ്പ നൽകുക, വികസന പ്രവർത്തനങ്ങൾ സാമ്പത്തിക സഹായം നൽകുക, വിദേശ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ലോക വ്യാപാര സംഘടന എന്ന നിലവിൽ വന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1995 നിലവിൽ വന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ബഹുരാഷ്ട്ര വ്യാപാര കരാർ പ്രകാരമാണ് നടക്കുന്നത്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. അടുത്തത് അന്താരാഷ്ട്ര നാണ്യനിധി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിലവിൽ വന്നത് എന്നാണ്? 1945. അടുത്തത് ലോകബാങ്ക് നിലവിൽ വന്നത് 1946. അടുത്ത പോയിന്റ് യുദ്ധം മൂലം കെടുതി അനുഭവിച്ച രാഷ്ട്രങ്ങൾ പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുക, അതും അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ ആഗോളവൽക്കരണം ഇന്ത്യയുടെ പുരോഗതിക്ക് ആക്കം കൂട്ടിയതു കൂടാതെ ചില ദോഷവശങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.